പാഠം 1069 അവധികൾ ആഘോഷിക്കേണ്ട വിധം. ഭാവേ, എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം. ഓഫീസിൽ ഒരുപാട് ജോലികളുണ്ട്. ശിശുപാലനോടും കാഞ്ചനോടും സ്വയംപ്രഭയോടും ഒക്കെ കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെത്രയോട് വിശേഷം? നാളെ മുതൽ 4 ദിവസത്തേക്ക് ഞാനിവിടെ ഇല്ലല്ലോ. അപ്പോ ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലി ഉണ്ടാവുമല്ലോ. അതിപ്പോ മോഹനേട്ടൻ ഓഫീസിൽ മാത്രമല്ലല്ലോ, കേരളത്തിലെ എല്ലാ ഓഫീസുകളും നാളെ മുതൽ 4 ദിവസത്തേക്ക് അവധി തന്നെ. ഒരുവിധപ്പെട്ട സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ശനിയാഴ്ച കൂടെ അങ്ങ് ലീവ് എടുക്കും. അപ്പൊ പിന്നെ പരമസുഖമല്ലേ. ഇത്തരം അവസരങ്ങൾ ഞാൻ ഒരിക്കലും ഉപയോഗിക്കാറേ ഇല്ല. പക്ഷേ നാട്ടിൽ പോയി അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ശനിയാഴ്ച ലീവ് എടുക്കാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച ലീവ് വേണമെന്ന് സ്വയംപ്രഭയും കാഞ്ചനയൊക്കെ പറഞ്ഞതാണ്. ഞാനില്ലാത്ത ദിവസം അവർ കൂടി അവധി എടുത്താൽ ഓഫീസ് അടച്ചിടേണ്ടി വരില്ലേ? അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. അതെ, എന്തായാലും നമ്മൾ പോവല്ലേ, അപ്പൊ പിന്നെ ആ വഴിക്ക് എന്റെ വീട്ടിലും കൂടെ പോവാം. അങ്ങനെ നാളെ രാവിലെ പോയാൽ ഉച്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തും. മറ്റന്നാൾ വിഷു, ശനിയാഴ്ച നമുക്കൊരു കല്യാണത്തിനും പോണം. ഞായറാഴ്ച രാവിലെ തിരികെ വന്നല്ലേ പറ്റൂ. പിന്നെ എങ്ങനെ അതിന്റെ വീട്ടിൽ പോകുന്നത്? അല്ല, നമുക്ക് വേണമെന്ന് വെച്ചാൽ പോവാൻ പറ്റും മോനേട്ടാ. ശനിയാഴ്ച കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് നമ്മളവിടെ എത്തൂലോ. ഞായറാഴ്ച രാവിലെ തന്നെ തിരിച്ചു പോരേണ്ട കാര്യമില്ലല്ലോ. ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും നമ്മളിവിടെ എത്തും. അതുപോലെ ഒരു സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ ധൃതി പിടിച്ച് ഓടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇത്തവണ എന്റെ വീട്ടിൽ മാത്രം. അടുത്ത പ്രാവശ്യം പോകുമ്പോ നിന്റെ വീട്ടിലും പോവാം. ഹലോ, അതെ. ആഹാ ഏട്ടാ, ഞാൻ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു. നാളെ മുതൽ 4 ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ജോലികൾ തീർക്കാനുണ്ടല്ലോ. എന്നിട്ടേ ഓ, അത് ശരി, നാളെ പോവും. അയ്യോ, അങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ശനിയാഴ്ച ലീവ് കൂടെ എടുത്തിരിക്കുക. അത് മനസ്സിലായി. എന്നാ പിന്നെ അത് നടക്കട്ടെ. ഞാൻ അമ്മയെ വൈകുന്നേരം വിളിച്ചോളാം. ശരി. അമ്മയ്ക്ക് ഗുരുവായൂരും കാടാമ്പഴൊക്കെ പോണോന്ന്. നാളെ ഏട്ടനും അമ്മയോട് പോകാണ്ടിരിക്കുക. ശനിയാഴ്ച അവര് തിരികെ വരൂ. അവര് നമ്മള് പോയിട്ട് കാര്യമില്ലല്ലോ. അമ്മയുടെ ഒരു ആഗ്രഹം നടക്കാൻ വരരുതല്ലോ. അമ്മ ഗുരുവായൂർ പോയിട്ട് വരട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. എന്തായാലും 4 ദിവസം അവധി ഉണ്ടല്ലോ, പോകാൻ നമ്മൾ തീരുമാനിച്ചതുമാണ്. നാളെ നേരെ എന്റെ വീട്ടിലേക്ക്. അടിപൊളി. നാല് ദിവസം അവധി ഉണ്ടെന്ന് എന്നോട് ആരാ പറഞ്ഞ? 2 ദിവസം അവധിയുള്ളൂ, നാളെ മറ്റന്നാളും. ശനിയാഴ്ച മാത്രം ലീവ് എടുത്തിരിക്കല്ലേ? വേണമെങ്കിൽ ലീവ് എടുക്കാം എന്ന് ഞാൻ ആലോചിച്ചു എന്നേ ഉള്ളൂ. അമ്മയെ കണ്ടിട്ട് ഒരുപാട് ദിവസമായാലും ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോ അമ്മയെ കാണാൻ പോകണം തീരുമാനിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ലീവ് എടുക്കേണ്ട കാര്യം വരുന്നില്ല. കൊള്ളാം മോനേട്ടാ. മോഹനേട്ടൻ അമ്മയെ കാണാൻ മാത്രം പോയാൽ മതിയോ? എന്റെ അമ്മ എനിക്ക് കാണാൻ പോണ്ടേ? നിന്റെ അമ്മയെ കാണാൻ 3 മാസം മുമ്പ് നമ്മൾ പോയതാണല്ലോ. എപ്പോഴും പോകേണ്ട കാര്യമാണ്. എപ്പോഴും നമ്മൾ പോകുന്നില്ലല്ലോ, അവസരം കിട്ടുമ്പോ നമ്മൾ പോകുന്നു പറ. മോഹനേട്ടന്റെ അമ്മയെ കാണാൻ പോണെന്ന് മോഹനേട്ടൻ പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചല്ലേ. അക്കൂട്ടത്തിൽ എന്റെ വീട്ടിലൂടെ പോവാന്ന് പറഞ്ഞപ്പോ അപ്പം മോഹനേട്ടൻ പറഞ്ഞു, ദാ ധൃതി പിടിച്ചിങ്ങനെ ഓടി നടക്കാൻ എന്നെ കൂടെ പറ്റില്ല എന്ന്. ഇപ്പഴാ ഒരു ധൃതിയുടെയും പ്രശ്നം ഉണ്ടാവുന്നില്ല. നാളെ രാവിലെ നമ്മൾ പോകുന്നു, ഞായറാഴ്ച വൈകിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. മോഹനേട്ടന്റെ അമ്മയെ കാണാൻ പോണെന്ന് പറഞ്ഞപ്പോ ശനിയാഴ്ച മോഹനേട്ടൻ ജോലി ഉണ്ടായിരുന്നില്ലല്ലോ. സത്യത്തിൽ ഒരുപാട് ജോലി ഇപ്പൊ തന്നെ മുടങ്ങി കിടക്കുക. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്ന് തന്നെ നേരത്തെ പോണെന്ന് പറഞ്ഞത്. ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. തോന്നുമ്പോ ലീവ് എടുക്കാൻ എനിക്ക് പറ്റില്ല. നോക്ക്, എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റു 2 പേരെ കുറിച്ച് നിന്ന് ആലോചിച്ച് നോക്ക്. കാഞ്ചനയും സ്വയംപ്രഭയും. നിന്നെ പോലെ തന്നെ 2 സ്ത്രീകളല്ലേ അവരും. അവധിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ശനിയാഴ്ച അവധി വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെ പറയും? മോഹനേട്ടൻ എന്റെ കാര്യങ്ങളാണോ അവരുടെ കാര്യങ്ങളാണോ പ്രധാനം?
വീട്ടിൽ നിന്റെ കാര്യം, ആഫീസിൽ അവരുടെ കാര്യം. കഷ്ടമുണ്ട് മോനട്ടോ. ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി എത്ര കാലം മോനോട്ട് ജീവിക്കാൻ പറ്റും? മോനോട്ടിന് ഈ സ്വഭാവം മാറ്റാതെ ഒരിക്കലും മോനോട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഉത്തം, ഞാൻ കേട്ടു. കേസിന്റെ കാര്യമായിരിക്കും. ചെല്ല്, അടിച്ചു പൊട്ടിച്ച. നമസ്കാരം വക്കീലെ. ദാമോദര സാറിന്റെ കേസിന്റെ കാര്യം എന്താ എന്ന് സാറ് ചോദിച്ചു. നാളെയോ മറ്റന്നാളോ വക്കീൽ ഓഫീസിൽ ഒന്ന് കാണണോ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വക്കീലിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്ന്. നാളെ മുതൽ വക്കീൽ ഓഫീസ് അവധിയാ. കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ദാമോദര സാറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഓ, അപ്പൊ സാറ് വക്കീൽ ഇവിടെ കാണുമല്ലേ? ഇവിടെ കാണാൻ സാധ്യതയൊന്നും ഇല്ലായിരുന്നു. ഞാനും മോഹനേട്ടനും കൂടി നാളെ നാട്ടിൽ പോകാനിരുന്നതാണ്. അപ്പോഴാണ് നാട്ടിൽ നിന്ന് മോഹനേട്ടന്റെ ഏട്ടന്റെ ഒരു കോള്. അമ്മയെ കൂട്ടി ഗുരുവായൂരോ കാടാമ്പുഴയിലൊക്കെ പോകാനിരിക്കുക. അതോടെ ഞങ്ങളുടെ നാട്ടിൽ പോകുക വേണ്ടാന്ന് വെച്ചു. എന്നാ പിന്നെ എന്റെ വീട്ടിൽ പോകാന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ ഇല്ലാത്ത തിരക്കുകളൊന്നുമില്ല. ഒരുപാട് ജോലികൾ മുടങ്ങിക്കിടക്കുകയാണ്, അതെല്ലാം മോഹനേട്ടൻ തീർത്തേ പറ്റുമെന്ന്. ചുമ്മാ ഉത്തമ ഒരു തിരക്കുമില്ല. നമസ്കാരം സാർ. നമസ്കാരം. നാട്ടിൽ പോകാതിരിക്കാനുള്ള അടവാണെന്നുള്ള കാര്യം എനിക്കറിയാലോ. നീ ഇങ്ങനെ നിനക്ക് തോന്നുന്നതൊക്കെ പറയും. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ എനിക്ക് എന്റേതായ ജോലികൾ ചെയ്തു തീർത്തേ മതിയാകൂ. അയ്യോ, 4 ദിവസം അവധിയുള്ളപ്പോ മോഹനേട്ടൻ എന്ത് ജോലി എന്നാണ് മോനേട്ടാ? 4 ദിവസം അവധിയില്ല. ശനിയാഴ്ച എനിക്ക് ഓഫീസുണ്ട്. ഓ അല്ല സാറേ, ശനിയാഴ്ച ഒരു ദിവസം ലീവ് എടുത്താലേ 4 ദിവസം ഒറ്റയടിക്ക് അവധി കിട്ടും. വക്കീലിന്റെ വീട്ടിലൊക്കെ പോയിട്ട് വരികയും ചെയ്യാം. അങ്ങനെ അവധി എടുക്കാൻ പറ്റില്ല. സ്വയം പ്രഭയും കാഞ്ചനയും അവധി വേണമെന്ന് പറയുന്നുണ്ട്. അവന് ഞാനും കൂടി അവധി എടുത്താൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. വില്ലേജ് ഓഫീസ് പൂട്ടിട്ടേ വരില്ലേ? ഉദ്യോഗസ്ഥന്മാരുടെ സൗകര്യത്തിനനുസരിച്ച് പൂട്ടിയിടാൻ പറ്റുന്ന ഒരു സ്ഥാപനമല്ല വില്ലേജ് ഓഫീസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം എന്ന് പോയാലോ? അങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടാവുമ്പോ ഓടി വരാൻ സർക്കാർ ആശുപത്രിയോ പോലീസ് സ്റ്റേഷനോ വല്ലോ ആയിരിക്കുമല്ലേ ഈ വില്ലേജ് ഓഫീസ് അല്ലേ? മരിക്കാൻ കിടക്കുന്നവർക്ക് കരം തീർത്ത രസീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ പറ്റുമോ? ഒരപകടം ഉണ്ടാവുമ്പോൾ സഹായിക്കേണ്ടത് വില്ലേജ് ഓഫീസറാണോ? ആണോ? ഉത്തമ, വിഷുവായിട്ട് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കേണ്ടി വരും. കുട്ടികൾക്കൊക്കെ കൈ നീട്ടവും കൊടുക്കേണ്ടി വരും. അതെല്ലാം ചെലവാണല്ലോ. പോയാ കാശ് ചെലവാകുന്ന ഒരു കാര്യത്തിന് വില്ലേജ് ഓഫീസർ നിൽക്കുന്നു ഉത്തമന് തോന്നുന്നുണ്ടോ? അത്രേ ഉള്ളു കാര്യം. സാറേ സാറേ, വേണമെങ്കിൽ സാറിന് വക്കീലിന്റെ കൂടെ നാട്ടിലൊക്കെ പോകാമായിരുന്നു. ഇങ്ങനെ ഒരുമിച്ച് അവധി കിട്ടുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ പോവേണ്ടത്. അവളെ വീട്ടിൽ പോയിട്ട് 3 ദിവസമായിട്ടില്ല ഉത്തമ. അങ്ങനെ എപ്പോഴെപ്പോഴും പോകാൻ പറ്റുമോ? അത് മാത്രമല്ല, എന്തെങ്കിലും വിശേഷം വരുമ്പോഴൊക്കെ ഭാര്യ വീട്ടിൽ കയറി പോകുന്നത് ഒരു ഭാര്യ നാണം കണ്ട പരിപാടിയാ. കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ് ഉത്തമൻ അത് മനസ്സിലാവാത്തത്. വേറെ വിശേഷമൊന്നുമില്ല. ഒന്നുമില്ല സാർ, ഒന്നുമില്ല. അതാ പോയിക്കോ. ഓ ശരി. ഇതിപ്പോ വക്കീൽ പറഞ്ഞ എന്റെ കാര്യം. കാശ് ചിലവാക്കാനുള്ള മടിയാണ് പ്രശ്നം. ഇതൊരു ഭയങ്കര ജന്മം തന്നെ. ഈശ്വരോ. ഇല്ല, ഒന്നുമില്ല സാറേ. അതെ, എന്ത് തീരുമാനിച്ചു? എന്ത്? നാളെ നമ്മൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പറ. എനിക്ക് ശനിയാഴ്ച ജോലിയുണ്ട് ഭാമേ. അതെ മോനട്ടാ, ആ കഥ ഇനി ആവർത്തിച്ച് പറയാൻ നിൽക്കണ്ട. കാശ് ചെലവാക്കാൻ മടി ഉണ്ടാവുമ്പോ മോഹനേട്ടൻ ഇങ്ങനെ പല നമ്പർ ഉറക്കുന്നുള്ള കാര്യം എനിക്കറിയാം. എന്റെ മോഹനേട്ട 1 രൂപയും മുടക്കണ്ട, ഒന്നും വാങ്ങാൻ വേണ്ട. പ്രശ്നമൊക്കെ തീർന്നല്ലോ. നീ ഇപ്പൊ പറയും കാര്യത്തോടൊപ്പം അതിന്റെ സ്വഭാവം മാറുകയും ചെയ്യും. എന്താണ്? ഒന്നുമില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നാളെയും മറ്റന്നാളും അവധി ആയതുകൊണ്ട് ശനിയാഴ്ച വില്ലേജ് ഓഫീസിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഞാൻ ചെല്ലായിരിക്കുന്നത് ശരിയാണോ? മോഹനേട്ടനെ പോലെ തന്നെ ബുദ്ധിയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള മനുഷ്യന്മാരും. അതെ, ഇങ്ങനെ 4-5 ദിവസം അവധി കിട്ടാൻ സാധ്യതയുള്ളപ്പോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ പാട്ടിന് പോകുന്ന നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഒരാളും ഒരു സർക്കാർ ഓഫീസിലേക്ക് ഒരാവശ്യത്തിന് വരൂല. മറ്റ് സർക്കാർ ഓഫീസുകൾ പോലെ അല്ല കാന്തല്ലൂർ വില്ലേജ് ഓഫീസ്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും അവിടെ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ആളുണ്ടാകുമെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നാട്ടുകാരുടെ ആ വിശ്വാസം ഞാൻ എങ്ങനെ കളയും ഭാമേ? ഇമാതിരി വാശി കാണിക്കുമ്പോ തിരിച്ചേണ്ട എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടോ. എന്താണ്? നേരെ എന്റെ വീട്ടിലേക്ക് അങ്ങ് പോവാ. അവധി കഴിയുമ്പോ തിരിച്ചു പോരുക. എന്റെ സ്ഥാനത്ത് വേറെ ആരായാലും അങ്ങനെ ചെയ്യുള്ളൂ.
പക്ഷെ മോഹനേട്ടനെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെ പോവില്ല എന്ന് മോഹനേട്ടൻ നന്നായിട്ട് അറിയാം. എന്റെ ആ സ്നേഹത്തെയാണ് മോഹനേട്ടൻ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കേക്കാം. ഒരു സാരി വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ ഉള്ള താലർക്ക് എന്തെങ്കിലും വാങ്ങേണ്ടി വരില്ലേ? വിഷു കഴിഞ്ഞിട്ട് വേറെ, പള്ളിക്കുലിയും വഴിച്ചെലവും വേറെ. അയ്യോ, അത് ശരിയാവുന്നില്ല. ആ, ഞങ്ങള് നാട്ടിൽ പോകാണ്ടിരുന്ന വിദ്യ. അപ്പോഴാ മോഹനേട്ടന്റെ അമ്മ ഏട്ടന്റെ കൂടെ ഗുരുവായൂർക്കൊക്കെ പോകാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോ ഓണത്തിന് അമ്മയെ കാണാൻ പോവുള്ളൂ. ആഹാ, പിന്നെന്താ, അത് സന്തോഷമുള്ള കാര്യല്ലേ? നീയും സതീഷ് സാറോ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് പോരേ. ആ, വിഷുവിന് നാട്ടിൽ പോകാൻ പറ്റാത്തന്റെ വിഷമം അങ്ങനെ അങ്ങ് മാറ്റാ. അല്ലല്ലോ, നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചൊരു സദ്യ തരണമെന്ന് ഞാൻ കൊറേ നാളായിട്ട് വിചാരിക്കുക. എന്തായാലും ഇത്തവണത്തെ വിഷു നമുക്ക് അടിച്ചു പൊളിക്കാം. ആ, ബാക്കിയെല്ലാം നമുക്ക് നേരിട്ട് കൊണ്ട് തീരുമാനിക്കാം. ശരി, അപ്പം അതെങ്കിലും നടക്കട്ടെ. ഇവിടെ നശിപ്പിച്ചടങ്ങും. 4-5 പേർക്ക് സദ്യ കൊടുക്കണേ കാശ് എത്ര വേണം? നമുക്ക് ഗുരുവായൂർ പോകേണ്ട നേരം. ഹലോ, അതെ, പ്രകാശനാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാണ്ടിരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. സുധാകരൻ ചേട്ടന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാവണം. ശരി ശരി. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താ കാര്യം? മറ്റന്നാൾ പൗരസമിതിയുടെ വിഷു ആഘോഷം വെച്ചിരിക്കുക. ഗംഭീര പരിപാടിയാ. വൈകിട്ട് ഗാനമേളയൊക്കെ ഉണ്ട്. എനിക്ക് ഈ ഗാനമേള അത്ര താല്പര്യമുള്ള കാര്യമല്ല. അങ്ങനെ പറയരുത് സാർ. സാറിനെ പോലുള്ളവർ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ പരിപാടി നടത്തുന്നത്? ഞാൻ എങ്ങനെ സഹായിക്കണമെന്നാണ് പ്രകാശൻ പറയുന്നത്? പാട്ട് പാടണോ? അയ്യോ, ഈ സിനിമാ പാട്ടൊന്നും എനിക്ക് വലിയ നിശ്ചയമില്ല. വേണമെങ്കിൽ കുമാരൻ ആശാന്റെ ഒരു കവിത ചൊല്ലാം. അത് മതിയോ? സാർ, അതല്ല സാർ. വീണപ്പൂവ് എന്നൊരു കാവ്യമുണ്ട്, ഗംഭീരമാണ്. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂമിയിൽ അസ്ഥിരയ സംശയം ഇന്നു നിന്റെ യാഭൂതി എങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. സാറേ, പാടാനൊക്കെ വേറെ ആളുകളുണ്ട്. പിന്നെന്താ വേണ്ടത്? സാർ ഒരു 1000 രൂപ പിരിവ് തരണം. സാറിനെ പോലുള്ളവർ സഹായിച്ചെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കൂ. എന്റെ പൈസയില്ല. എന്നാ ഇപ്പൊ വേണ്ട സാർ. എന്നുമില്ല. നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം, അപ്പൊ തന്നാ മതി. അത് വേണ്ട. പറഞ്ഞോളെ, അപ്പൊ ഞാൻ പറഞ്ഞു സാറേ. വേണ്ട. എന്തായാലും മോനോഷ് സാർ ചെയ്തത് വലിയ ചതിയായിപ്പോയി. സാറ് ശനിയാഴ്ച ലീവ് എടുത്തത് കൊണ്ടല്ലേ നമുക്ക് ലീവ് എടുക്കാൻ പറ്റാതായത്. വാസ്തവം, ശനിയാഴ്ച ലീവ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുമായിരുന്നു. അതെങ്ങനെയാ? നമ്മൾ ആലോചിക്കുമ്പോ മോനോഷ് സാറ് തകൽ സാറെ കണ്ട് കാര്യങ്ങൾ നടത്തി. പ്രഹ്ലാദൻ ചേട്ടൻ ശനിയാഴ്ച ലീവാ. ഉച്ച കഴിഞ്ഞൊരു ബന്ധു വീട്ടിൽ പോണോന്ന് കരുതിയതാ. അപ്പോഴാ മോനോഷ് സാറ് ചാടിക്കയറി ലീവ് എടുത്തത്. എന്റെ കാഞ്ചന സാറേ, നിങ്ങൾ വലിയ ഓഫീസറും ഞാൻ വെറും ഒരു പിയൂണും ആയിരിക്കും. പക്ഷേ എനിക്കുള്ള ബുദ്ധി നിങ്ങൾക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടല്ലേ ശനിയാഴ്ചത്തെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നേ? മനസ്സിലായില്ല. ശനിയാഴ്ച നമുക്ക് ലീവ് എടുക്കാൻ പറ്റൂല, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. അതെ. പക്ഷേ മോഹനേഷ സാറ് ലീവാണല്ലോ. അപ്പൊ പിന്നെ നമുക്കെന്താ പ്രശ്നം? അതായത് കാഞ്ചന സാർ എന്താ പറഞ്ഞേ? അന്ന് ഉച്ച കഴിഞ്ഞ് ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോണോന്ന്. അതിനെന്താ പ്രശ്നം? സാറ് രാവിലെ ഒന്ന് ഒപ്പിട്ടിട്ട് ഉച്ച കഴിയുമ്പോ അങ്ങ് പോണം. ഇവിടെ ആര് ചോദിക്കാ?
അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച ഞാൻ കുറച്ച് വൈകിയേ വരുള്ളൂ. 1-2 കാര്യങ്ങളുണ്ട്. അതിന് കുഴപ്പമില്ല. ഇഷ്ടമുള്ളപ്പോ സാറ് വന്നാ മതി. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് വലിയ ചർച്ച? അല്ല, ശനിയാഴ്ച സാറ് ലീവ് എടുത്തത് കൊണ്ട് ആഫീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നോക്കണമല്ലോ എന്ന് പറയായിരുന്നു. ശനിയാഴ്ച ഞാൻ ലീവാണെന്ന് ആര് പറഞ്ഞു? ഞാൻ നാട്ടിൽ പോകാനുള്ള പരിപാടിയൊക്കെ മാറ്റിവെച്ചു. ഈ ആഴ്ച മുഴുവൻ ഞാൻ വീട്ടിലുണ്ടാവും. ശനിയാഴ്ച ആഫീസിലേക്കും വരും. അപ്പൊ സാറ് നാട്ടിൽ പോകുന്നില്ലേ? എന്നാ പിന്നെ ഞാൻ ലീവ് ചോദിക്കാം. കാഞ്ചന സാധനങ്ങൾ അത്യാവശ്യം എനിക്കാ, ഞാൻ ചോദിച്ചോളാം. പ്രഭയ്ക്ക് എന്താ അത്യാവശ്യം? ഒന്നുമില്ല. അത് കാഞ്ചന സാറാണോ തീരുമാനിക്കുന്നേ? നാളെ രാവിലെ പ്രകാശനോട് എന്ത് പറയും? 1000 രൂപ ഇട്ട് 10 പൈസ പോലും കൊടുക്കില്ല. എന്റെ കാഞ്ചന സാറ്, എന്റെ പ്രൊഫസറ്, നിങ്ങളിങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കാതെ പ്രയോജനമുള്ള കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കേ. ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേൾക്ക്. ഇത്രയും കാലത്തിനിടയ്ക്ക് മോഹനേഷ് സാറ് നമ്മളെ ഒരു വിഷുവിനെങ്കിലും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? ഇത്തവണ നമ്മളെല്ലാം കൂടെ വിഷുവിന്റെ അന്ന് രാവിലെ സാറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എങ്ങനെയുണ്ട്? രാവിലത്തെ ഭക്ഷണവും ഉച്ചയൂണവും ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി നമുക്ക്. നമ്മളങ്ങോട്ട് ചെന്നാൽ സാറിന് വലിയൊരു സന്തോഷാവില്ലേ? പിന്നല്ലാതെ. ശിശുപാലൻ ചേട്ടൻ പറയുന്നതിന് കാര്യമുണ്ട്. രാവിലെ തന്നെ ചെന്ന സാറിന്റെ വക ഒരു കൈനീട്ടം കിട്ടുമല്ലോ. സാർ ഓഫീസറും നമ്മള് കീഴുദ്യോഗസ്ഥരല്ലേ. ഒരു 100 രൂപ വെച്ചെങ്കിലും തരും തരും. ശിശുപാലൻ ചേട്ടന്റെ ബുദ്ധി കൊള്ളാം. നമ്മൾ വീട്ടിലേക്ക് ചെന്ന് സദ്യ കൊണ്ടുപോന്ന സാറിന് നമ്മളോടുള്ള അല്പം കൂടുകയും ചെയ്യും. കാരണവശാലും കൂടുതൽ. എല്ലാരും കൂടി എന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാം. വിജയലക്ഷ്മിയും കുടുംബം ഉച്ചയൂണിന് വരും. ഒരു 500 രൂപയെങ്കിലും പോയി കിട്ടും. കാഞ്ചനയും ശിശുപാലനും സ്വയംപ്രഭയും രാവിലെ എങ്ങെത്തും. ഒരു 1000 രൂപ ഒക്കെ. പ്രകാശൻ 1000 രൂപ. എല്ലാം കൂടി രൂപ 2500 കഴിയും. എന്താ ഒരു മാർഗം? അയ്യോ ഈശ്വര. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തൽക്കാലം സാറിനോട് ഈ കാര്യം പറയണ്ട. വിഷുവിന്റെ അന്ന് രാവിലെ അങ്ങ് ചെന്നാ മതി. അയ്യോ, അതങ്ങനെ ശരിയാവും? മുന്നറിയിപ്പില്ല. നമ്മൾ കയറി ചെന്നാല് വക്കീലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. രാവിലെ തന്നെ നമ്മൾ പട്ടിണിയാവും. അതിനൊരു വഴിയുണ്ട് കാഞ്ചന സാറേ. നാളെ തന്നെ വക്കീലിനെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാം. സാർ അറിയണ്ടെന്ന് പറഞ്ഞാ മതി. ഉണ്ട് സാർ. ജോലിക്കിടയിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ ജോലി നിർത്തിക്കാൻ പറ്റുമോ? ശനിയാഴ്ച ഞാൻ ലീവാ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ച ഞാൻ വരില്ല. സാറ് നാട്ടിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോണില്ല. പക്ഷെ ബാമയുടെ വീട്ടിൽ പോണം. കൊറേ നാളെ അമ്മ കണ്ടെന്ന് പറഞ്ഞിട്ട് ബാമയ്ക്ക് ഭയങ്കര വിഷമം. എന്തായാലും കുറച്ച് നാളായില്ലേ. ബാമയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം. ബാമയുടെ ദുരായുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാണല്ലോ വേണ്ടത്, അല്ലേ? ഇയാൾക്കിത് എന്തിന്റെ സൂക്കേടാ? ഓരോ മിനിറ്റിലും ഓരോന്ന് മാറ്റി പറയും. ഇപ്പൊ എന്താ അവസ്ഥ? ശനിയാഴ്ച സാറ് ലീവാണോ അല്ലയോ? ആണെന്നല്ലേ പറഞ്ഞേ. അല്ല, ഇനി മാറ്റി പറയുമോ നോക്കാം. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നു? അല്ല, ഞാൻ ആലോചിച്ചപ്പോ നീ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. വിഷല്ലേ?
വിഷു ആഘോഷിക്കേണ്ട വീട്ടുകാരോടൊപ്പം അല്ലേ? രാവിലെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മോനട്ടാ. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റിട്ടുണ്ടെന്ന് അറിയോ? അവരോടൊക്കെ ഞാൻ ഇനി എന്ത് പറയും? എന്ത് പറയാൻ? വിഷു ആണ്, എനിക്ക് 4 ദിവസത്തെ അവധിയുണ്ട്, അതുകൊണ്ട് നാട്ടിൽ പോവുകയാണെന്ന് പറയണം. അത് തീർന്നല്ലേ പ്രശ്നം. ശ്ശോ, ശനിയാഴ്ച മോഹനേട്ടൻ അവധി എടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു പോയി. അതല്ലേ പ്രശ്നമായി പോയത്. ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് മോഹനേട്ടൻ അവധി എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴേ വിദ്യ എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? അതല്ല, മോഹനേശ്വർ സാറിനെ കണ്ടു പഠിക്കണം. എന്തൊക്കെ അവസരങ്ങൾ ഉണ്ടായാലും അനാവശ്യമായിട്ട് ലീവ് എടുക്കുകയോ നാട്ടുകാരെ ചുറ്റിക്കുകയോ ചെയ്യില്ലെന്ന്. ഇനിയിപ്പോ ലീവ് എടുക്കുന്ന കാര്യം പറയുമ്പോ വിദ്യ എന്തു പറയും? അമ്മേ, നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിദ്യാലക്ഷ്മി അല്ല. വിദ്യാലക്ഷ്മി നമ്മളെ പറ്റി എന്ത് കരുതിയാലും നമുക്കത് വിഷയവും അല്ല. പക്ഷേ നാളെ അതിരാവിലെ എന്തായാലും നമുക്ക് പോയാൽ പറ്റും. അല്ല, ഈ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ കാന്തല്ലൂർ വില്ലേജ് ഓഫീസ് കൃത്യമായിട്ട് പ്രവർത്തിക്കും എന്നാണല്ലോ നാട്ടുകാരുടെ മുഴുവൻ വിശ്വാസം. ആ വിശ്വാസം വെറുതെ കളയണോ? അതിപ്പോ ഒരു ദിവസം ഞാൻ എവിടെയെങ്കിലും വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചോളൂ. ഓ, അതല്ലേ കാഞ്ഞ പ്രവേശിച്ചുള്ളത്. പക്ഷേ മോഹനേട്ടൻ ഞാൻ നാളെ രാവിലെ 7 മണിക്ക് മുമ്പ് നമ്മൾ ഇവിടുത്തെ സ്ഥലം വിട്ടിരിക്കണം. ഇല്ലേ പ്രശ്നം? എന്ത് പ്രശ്നം? അയ്യ, പിന്നെ ഭയങ്കര ചൂടായിരിക്കും. ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ എത്തണമെങ്കിൽ രാവിലെ പോയാലേ പറ്റൂ. അതാ പറഞ്ഞ. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹനേട്ടൻ ഒരു ആഗ്രഹം സാധിച്ചു തന്നല്ലോ. സത്യം പറഞ്ഞ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. വില്ലേജ് ഓഫീസറും വക്കീലും തമ്മിലുള്ള തർക്കം സമാധാനപരമായി അവസാനിച്ചത് ആശ്വാസമായി. വക്കീലിന്റെ വലിയ മോഹം ഏറെക്കുറെ എളുപ്പത്തിൽ സാധിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തി ഇന്നത്തേക്ക് വിടാം.